കോടതി വിടാൻ ഉദ്ദേശമില്ല, ഒരു അസാധാരണ നടപടിയുടെ കോടതി ബോച്ചിന് പുറകെ കൂടിയിരിക്കുകയാണ് അല്ലേ? തീർത്തും അസാധാരണമായ നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കോടതി ഏറ്റവും അവസാനം പറഞ്ഞ വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തിനേയും വിലയ്ക്ക് വാങ്ങാമെന്ന് ബോബി ചെമ്മണ്ണൂർ കരുതേണ്ട. ഇവിടെ ഹൈക്കോടതിയുണ്ട്. കളി ജുഡീഷ്യറിയോടോ ഹൈക്കോടതിയോടോ വേണ്ട. ഇവിടുത്തെ കൃത്യമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതിനെ വെല്ലുവിളിക്കാൻ ആരായാലും അനുവദിക്കാൻ കഴിയില്ല. ഇതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പരമാവധി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഈ കേസ് ഇന്നത്തേക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പരമാവധി ശ്രമിച്ചു. സീനിയർ അഭിഭാഷകൻ ഹാജരാകണം, അതിനുവേണ്ടി സമയം അനുവദിക്കണം, ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. പക്ഷേ കോടതി വഴങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. കോടതിക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്. അതായത് ജയിലിന് പുറത്ത് വന്ന ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം അതെന്താണ് എന്നാണ് കോടതിക്ക് അറിയേണ്ടത്. ഇവിടുത്തെ തടവുകാർക്ക് വേണ്ടി താൻ ഇന്നലെ ഇവിടെ കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങളോട് ഇവിടെ പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് രാവിലെയും കോടതി പറഞ്ഞിരുന്നില്ലേ, ഈ ഇവിടുത്തെ റിമാൻഡ് പ്രതികളുടെ കാര്യം കോടതിക്ക് നോക്കാൻ അറിയാം, അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് രാവിലെ കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട്. ആ വിഷയം ഒന്നുകൂടി പരിഗണിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയല്ലേ ബോബി ചെമ്മണ്ണൂർ? അരുൺ, ഇന്നലെ മാധ്യമങ്ങളിലൂടെയാണ് ആ വിവരം പുറത്തേക്ക് വന്നത്. ഇവിടുത്തെ ഒരു 10-26ഓളം തടവുകാർക്ക് അവർക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ തുടരുന്നു എന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ടാണ് കോടതി ഇത് വസ്തുതയാണോ എന്ന് പരിശോധിച്ചത്. CJMനോട് കോടതി ഈ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ റിലീസ് ഓർഡർ ഇറങ്ങിയതും എപ്പോഴാണ് എന്നത് ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് 4:45 കോടതിയിൽ നിന്ന് റിലീസ് ഓർഡർ ഇറങ്ങിയെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. നമുക്കറിയാം, എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് 4:45 റിലീസ് ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഈ ജയിലിലെത്തിക്കാൻ കഴിയും. അതായത് 5:15 5:30 ആ റിലീസ് ഓർഡർ ഇവിടെ എത്തിക്കും. ട്രാഫിക് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ, പരമാവധി 1 മണിക്കൂർ. അതായത് ഒരു 6 മണിക്ക് മുമ്പ് എന്ത് സംഭവിച്ചാലും ഈ ജയിലിലെത്തിച്ച് ആ റിലീസ് ഓർഡർ പ്രകാരം ബോബി ചെമ്മണ്ണൂറിന് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു. ജയിലധികൃതർ പറഞ്ഞത് 7:30 മണി വരെ അവരും കാത്തിരുന്നു. പക്ഷേ ഇവിടെ ആരും വന്നില്ല. അതിലാണ് കോടതിക്ക് സംശയം തോന്നിയത്. അതുകൊണ്ട് കോടതി ഇന്ന് കൃത്യമായും ചോദിച്ചു, എന്ത് കാരണത്താലാണ് ബോബി ചെമ്മണ്ണൂർ ആ ജയിലിൽ തുടർന്നത് എന്ന്. ഇപ്പോൾ രാവിലെ കോടതി നടപടികൾക്ക് തൊട്ട് മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ ശേഷം ഈ ജയിലിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചു. അവിടെ ബോബി ചെമ്മണ്ണൂർ പറയുന്ന കാര്യം, താൻ ഈ തടവുകാർക്ക് വേണ്ടിയാണ് പുറത്തു വരാതിരുന്നത്, അവരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് പറയുന്നത്. അതുതന്നെയാണ് കോടതിക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള നോട്ടീസ് പോകും. അതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 1:45 കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. അതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ അത് മാറ്റിവെക്കേണ്ടി വരില്ലേ? അദ്ദേഹത്തിന് ആദ്യം ഈ പ്രശ്നം തീർക്കുക എന്നുള്ളതായിരിക്കില്ല മുൻഗണന. ബോബി ചെമ്മണ്ണൂർ ഇനി മാധ്യമങ്ങളെ അല്പസമയത്തിനകം കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ് എന്നതുകൂടി പ്രസക്തമാണ്. അതും കൂടി കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. അവിടെ എടുക്കുന്ന നിലപാട് അതെന്താണ് എന്നത്, അത് ഇപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ കാര്യം പറഞ്ഞു കഴിഞ്ഞു, എന്തുകൊണ്ട് ഇന്നലെ ഈ ജയിലിൽ തുടർന്നു എന്നത്. ഇനി അദ്ദേഹത്തിന് അത് മാറ്റി പറയാൻ കഴിയില്ല. കാരണം ആ വീഡിയോ അടക്കം കോടതി പരിശോധിക്കാൻ പോവുകയാണ്. ജയിൽ അധികൃതരുടെ വിശദീകരണം കേൾക്കുമെന്ന് കൂടി ആ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എന്ത് സംഭവിച്ചു അതാണ് ഹൈക്കോടതി പരിശോധിക്കാൻ പോകുന്നത്. ഡ്രാമ കോടതിയോട് വേണ്ട, കോടതിയോട് വേണ്ട, നീതിന്യായ വ്യവസ്ഥ ശക്തമാണ് എന്നതാണ് ഇപ്പോൾ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഹാജരായ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ ക്രിമിനൽ അഭിഭാഷകൻ ബി രാമൻപിള്ളയാണ്. അദ്ദേഹത്തോടു കൂടിയുള്ള ഒരു അനാദരവാണ് ബോബി ചെമ്മണ്ണൂർ കാണിച്ചതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കാരണം ഒരു സീനിയർ അഭിഭാഷകൻ ഹാജരായ ഒരു കേസിൽ ആ വിധി ഇന്ന് തന്നെ ആ ഉത്തരവ് നൽകാമെന്ന് കോടതി ആ വാദം കേട്ട ഉടൻ തന്നെ പറയുകയും അതിനനുസരിച്ച് കോടതി നേരത്തെ ഇറങ്ങി ആ വിധി ഡ്രാഫ്റ്റ് ചെയ്ത് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു മുതിർന്ന അഭിഭാഷകൻ ഹാജരാകുമ്പോൾ കോടതി ആ മുതിർന്ന അഭിഭാഷകനോടുള്ള ആദരവ് കൂടി കോടതി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ കേസ് വേഗത്തിൽ തീർപ്പാക്കിയത്. ആ അഭിഭാഷകനോട് കൂടിയുള്ള ഒരു അനാദരവാണ് ഇപ്പോൾ ബോബിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ക്ഷമിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നിരുപാധികം മാപ്പപേക്ഷിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നോട്ടീസായിരിക്കും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് 1:45 ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് 12 മണിക്ക് തൃശ്ശൂരിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട്. ആ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. കോടതിയുടെ ശ്രദ്ധ അക്കാര്യത്തിലുണ്ട്. ഈ വാവിട്ട വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അതോടൊപ്പം തന്നെ ഈ ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ചോ ജാമ്യ ഉത്തരവ് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം നടത്തിയോ ജഡ്ജിയെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കൂടുതൽ കുരുക്കാകും എന്നുള്ളതാണ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അപ്പുറത്തേക്ക് കോടതിയിൽ നിന്ന്
വിടുതൽ നേടിയെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതിനായിരിക്കും മുൻഗണന നൽകുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താനായിരിക്കും ശ്രമിക്കുക. എന്തായാലും 1:45 അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നിരുപാധികം മാപ്പ് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തി തിരികെ ഇങ്ങോട്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്.